നമുക്ക് ഫിക്ക് എടുക്കാം. ഫിക്കിന്റെ എതിർഭാഗത്താണ് നമ്മൾ നിൽക്കണേ. എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, നമ്മൾ ഫിക്കത്തെ പാഠം എല്ലാവർക്കും അറിയാം. പഠിച്ചില്ല? എല്ലാരും വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഒന്നുകൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്തായിരുന്നു ആ പാഠത്തിന്റെ ഹെഡിങ്? ആരും ബുക്ക് തുറക്കരുതേ. ആദ്യത്തെ നിസ്കാരം. ആദ്യ നിസ്കാരം നല്ലതാ. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ആരുടെ കൂടെയാണ് അസർ നിസ്കരിക്കാൻ പോയത്? ആരാ പോയത്? അൻവർ ആരുടെ കൂടെയാണ് പോയത്? പറയൂ. ഉപ്പയുടെ കൂടെ. അൻവർ അന്ന് പിതാവ് ചെയ്യുന്നത് പോലെ ചെയ്യും അല്ലേ? പിതാവ് എന്തൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു, പക്ഷെ അത് അൻവർ എന്ത് ചെയ്തു? അതെ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? അൻവറിന് നിസ്കാരം തുടങ്ങിത്തീരുന്നത് വരെ എന്തായിരുന്നു? അതെ, ഉത്സാഹമായിരുന്നു. അപ്പൊ നമുക്ക് തെരുവാത്ത് പോലെ എല്ലാവരും പഠിച്ചെന്ന് ഞാൻ കരുതുന്നു. തെരുവാത്തിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ തെരുവാത്താണ് പ്രവർത്തനങ്ങൾ. 1. വീട്ടിൽ തിരിച്ചെത്തിയ അൻവർ 5 നേരത്തെ നിസ്കാരങ്ങളുടെ സമയം ഉമ്മയോട് ചോദിച്ചു. താഴെ ഗോളങ്ങളിൽ നിന്ന് അത് തെരഞ്ഞെടുക്കാമോ? നമുക്ക് തെരഞ്ഞെടുക്കല്ലേ? അവിടെ രാവിലെ കൊടുത്തണ, ഉച്ചക്ക് കൊടുത്തണ, വൈകുന്നേരം കൊടുത്തണ, പിന്നെയും വൈകുന്നേരം ഉണ്ട്, പിന്നെ രാത്രിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് തയ്ക്കാം. സൂര്യൻ ഉദിക്കും മുമ്പ്, സൂര്യൻ നേരെ മുകളിൽ നിന്ന് നീങ്ങുമ്പോൾ എന്നുണ്ട്, ഏകദേശം 4 മണിക്ക് എന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്ന ഉടനെ എന്ന് പറഞ്ഞിട്ടുണ്ട്, മേഘത്തിലെ ചുവപ്പ് നീങ്ങുന്നത് നീങ്ങുമ്പോൾ. ഓക്കെ, നമുക്ക് അവിടെ ഉള്ളത് എന്താണ്? തെറ്റിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ? രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് ളുഹ്ർ, ഉച്ചക്ക് സൂര്യൻ നേരെ മുകളിൽ നിന്നും നീങ്ങുമ്പോൾ അസർ, വൈകുന്നേരം ഏകദേശം 4 മണിക്ക് മഗ്രിബ്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന ഉടനെ ഇശാ, രാത്രി മേഘത്തിലെ ചുവപ്പ് നീങ്ങുമ്പോൾ സുബ്ഹ്. അങ്ങനെയാണോ അവിടെ കൊടുത്തിട്ടുള്ളത്? അങ്ങനെയാണ്. നമ്മളത് റെഡിയാക്കി നോട്ടുക്കിൽ എഴുതണം. ഏതാണ് വെച്ചിട്ട് നോട്ടുക്കില്ല? നമുക്ക് ഇതാ, രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് സുബ്ഹ് ആണ് ആ ലാസ്റ്റ് ഉള്ളത് എഴുതിയോ. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് സൂര്യൻ നേരെ മുകളിൽ നിന്നും നീങ്ങുമ്പോളോ അസർ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതല്ല, ഉച്ചക്ക് സാധാരണ എന്താ കൊടുക്കലേ? ളുഹ്ർ അല്ലേ? ളുഹ്ർ ബാങ്ക്. അപ്പൊ ളുഹ്ർ എന്നാണ് അവിടെ എഴുതുന്നത്. ഓക്കെ, ളുഹ്ർ. അടുത്ത വൈകുന്നേരം ഏകദേശം 4 മണിക്ക്. 4 മണിക്ക് അവിടെ എന്താണ്? അവിടെ മഗ്രിബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ അസർ എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അസർ അല്ലേ? 4 മണിക്കൊക്കെ നേരെ നമ്മള് അസർ നിസ്കരിക്കാറുണ്ടല്ലേ? എല്ലാരും നിസ്കരിക്കുന്ന കുട്ടികളല്ലേ? വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ഉടനെ എന്തെടുക്കും? ഇഷ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്താണ്? ഇഷാന്റെ നേരെ മുകളിലൊരു ആളുണ്ട്, മഗ്രിബാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഏറ്റവും അടിയിൽ എന്താണ്? രാത്രി മേഘത്തിലെ ചുവപ്പ് നീങ്ങിയപ്പോൾ എത്താണ്? അതെ, അവിടെ സുബ്ഹ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സുബ്ഹിന്റെ നേരെ മേലെ ഇഷ എന്നാണ് ഉത്തരം. ഇതെല്ലാവരും നോട്ട് ചെയ്തിരിക്കട്ടോ. ഓക്കെ. 2. നിങ്ങളുടെ ആദ്യത്തെ നിസ്കാരത്തെ കുറിച്ച് ഓർമ്മിച്ചു ഉസ്താദിനോട് പറയാം. അത് നിങ്ങൾ കമന്റ് പറഞ്ഞാൽ മതി. 3 പറയണേ. നിസ്കരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന
ഗുണങ്ങൾ പാഠങ്ങളിൽ നിന്നു കണ്ടെത്താം. നമുക്ക് കണ്ടെത്തല്ലേ? ഓക്കെ. 1 അവിടെ എഴുതിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാം. പിന്നെന്താണ്? അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങള് കമന്റില് പാടത്ത് നോക്കി പറഞ്ഞുതരോ? ഓക്കെ. ഞാന് നാളെ വരെ നോക്കാം ആരൊക്കെ പറയുന്നെന്ന് ഞാൻ നോക്കി. ഓക്കെ. അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാടെടുക്കാം. അതിന്റെ മുന്നേ അവിടെ 4ഉം 5ഉം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്തിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യൂലേ, ഷെയർ ചെയ്യൂലേ? ഓക്കെ. 4 എന്താണ്? അൻവർ നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്തിരുന്നോ? അതില് പറഞ്ഞോ? പാഠപുസ്തകത്തിൽ പറഞ്ഞു എന്നിട്ടല്ലേ പിതാവ് എന്തൊക്കെ ചൊല്ലുന്നത് കേട്ടു? കയ്യും മുഖവും ഒക്കെ ചെയ്തില്ലേ? അത് അവിടെയാണ്. നിങ്ങൾക്ക് സ്വന്തമായി വുളു ചെയ്യാൻ അറിയുമോ എന്ന് പരിശോധിക്കണം. ഓക്കെ. നിങ്ങൾക്ക് ഒറ്റക്ക് ഇതാക്കാൻ അറിയോ? വുളു എടുക്കാൻ അറിയോ? അറിയോന്ന് എനിക്കറിയില്ല, വീടിന്ന് ചെയ്ത് നോക്കിയോണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ കുട്ടികൾക്കൊക്കെ അയച്ചെടുക്കൂലേ? നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചെടുത്തോണ്ട്. അസ്സലാമു അലൈക്കും. നമുക്ക് പിന്നെ കാണാം.